എന്ന് പറഞ്ഞ ആ വചനം എന്താണ്? റോമ 8:32. പറഞ്ഞ റോമ 8:32. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനത്തിൻ്റെ ഇതുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ബട്ടറായിട്ടുള്ള ക്രീം ആയിട്ടുള്ള ആണ് നമ്മളെടുത്ത് തോണ്ടി തിന്നണത്. എന്താണ് വചനത്തിൻ്റെ ക്രീമായിട്ടുള്ള സ്ഥലങ്ങളില്ല. അതാണ് നമ്മൾ കുഞ്ഞുപിള്ളേരുടെ കേക്ക് വെക്കുമ്പോൾ എന്താ ചെയ്യണത്? അതൊക്കെ വന്നിട്ട് ആ ക്രീമും ആ ചെറിയൊക്കെ എടുത്ത് വായി തിന്നിട്ടിരിക്കും. നമുക്ക് കേക്ക് മുറിക്കണമെങ്കിൽ തന്നെ അവന്മാർ ആ ക്രീമൊക്കെ അകത്താക്കും. ഇതുപോലെ വചനത്തിലെ ക്രീംസാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് നമ്മൾ എടുക്കുന്നത്? എന്താണ്? സമസ്തവും അവൻ നമുക്ക് തരാതിരിക്കുക, അതിൻ്റെ ക്രീം അതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് കേക്ക് എന്താ? അവനോട് കൂടി എന്നുള്ളതാണ്. അവനോട് കൂടിയല്ല നിങ്ങളെ അനുഗ്രഹം അടിച്ചു മാറ്റാൻ നോക്കണ്ടെന്നാണ് പറയണത്. അവന് വേണ്ടാത്തവന് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇങ്ങോട്ട് കൈ നീട്ടി വരണ്ടെന്നാണ്. വെരി ക്ലിയർ അല്ലേ? അവനോട് കൂടെ ഒന്ന് പറഞ്ഞേ. അവനോട് കൂടെ സമസ്തവും നമ്മൾക്ക് നൽകുകയില്ലേ? അപ്പൊ ദൈവത്തിന്റെ പ്രയോറിറ്റിയിൽ ആദ്യം നൽകുന്ന അനുഗ്രഹം എന്താണ്? അവനാണ്. അവനോ അവൻ്റെ വചനത്തിനോ പ്രാധാന്യമില്ലാതെ ജോലി, വീട്, വിവാഹം എന്നൊക്കെ പറഞ്ഞ് മാത്രം നടന്നാൽ നടക്കാവുന്നല്ലാതെ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കൊരു വില ഉണ്ടാകത്തില്ല. അതാണ് വിഷയം. ഇപ്പോൾ ഈ ലക്ഷ്മിയോട് തന്നെ സിസ്റ്റർ ചോദിച്ചു, നിനക്കെന്നെ ആത്മീയ വളർച്ച ഉണ്ടായെന്ന് ചോദിച്ചു. ഇപ്പം അവളുടെ പരീക്ഷകൾക്കെല്ലാം കർത്താവ് കൂടെ പോയി. അമ്മ അവൾ ഒരു 120 മിനിറ്റേ ഉള്ളു. 20 മിനിറ്റിൻ്റെ ഉള്ളിൽ സമയത്ത് ഇവർക്ക് കമ്പ്യൂട്ടറിൽ സമയം കാണാൻ പാടില്ല. ഇനി എന്ത് സമയമുണ്ടെന്ന് അറിയത്തില്ല. അപ്പം ഇവൾ അമ്മയുമായിട്ട് എല്ലായ്പ്പോഴും സംസാരിക്കുന്ന കാരണം അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ സമയം എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല, എത്ര ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പോലും എനിക്ക് മനസ്സിലാകണില്ല, എനിക്ക് തലക്ക് വെളിവ് പോണ്, എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ചാര ഡ്രസ്സിട്ടൊരു ലേഡി കയറി വന്ന ഉടനെ എന്നിട്ട് കമ്പ്യൂട്ടർ എന്ത് അമ്മയോട് ഇവൾ മനസ്സിൽ അമ്മയോട് പറഞ്ഞതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഭയങ്കര രസമാണ്. ഐ വിൽ കം വിത്ത് യു വേറെവർ യു ഗോ. എന്താ നിനക്ക് എവിടെയാണ് ആവശ്യമെങ്കിൽ അവിടെ ഞാൻ വരുമെന്ന് അതിൻ്റെ അർത്ഥം. നിനക്ക് എവിടെയാണ്? അപ്പോൾ ഇവൾ അമ്മയോട് പറഞ്ഞു, ഇവിടെ അമ്മ എനിക്ക് ടൈം കാണാനില്ല, ഇനി എന്തുമാത്രം ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിയാൻ പാടില്ല, അമ്മ എന്നൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിൽ പറഞ്ഞതല്ലേ. ആ 1000കണക്കിന് ആൾക്കാരിക്കുന്ന എക്സാം ഹാളിലൂടെ ചാര ഡ്രസ്സ് ഇട്ട് ലേഡി കയറി വരും. കയറി വന്ന ശേഷം ഇവളോട് പറയും, കമ്പ്യൂട്ടർ 2 കൊട്ടും ടൈം കാണിച്ചു കൊടുക്കും. ഒള്ളി 20 minutes എക്സിസ്റ്റ്, 20 മിനിറ്റേ ഉള്ളൂ, നിനക്ക് 100 ചോദ്യങ്ങൾ എഴുതാനുണ്ട്. അവർ പോകും. എന്ത് രസമാ! നിനക്കിനി 20 മിനിറ്റേ ഉള്ളൂ, നിനക്കിനി 100 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുണ്ട്. അപ്പം തന്നെ അവൾ പറഞ്ഞു, എൻ്റെ കാര്യം തീർന്നു. 100 എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ ആകപ്പാടെ ചെയ്തിരിക്കുന്ന പരിപാടി ഈ കേരളത്തിൽ നിന്ന് പോയിട്ട് ചെന്നൈയിലാണ് എക്സാം, അവിടം വരെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ടെന്ന്. അതെന്താ കാര്യം? അപ്പോൾ നിങ്ങളോർക്കും ഈ ആൾക്കാർ ഇതെന്താ ഈ കാലത്ത് ഹൈടെക് അന്ധവിശ്വാസമാണെന്ന് ഓർക്കും. ബുദ്ധിയും ബോധം ഇല്ലാത്തവൻ റീസൺ ഉപയോഗിച്ച് കാര്യം എന്താ വെച്ചാൽ വിശ്വാസ പ്രയോഗമാണത്. എന്താ വിശ്വാസ പ്രയോഗം? കർത്താവ് എനിക്ക് മെരിറ്റില്ല, ഞാൻ ആശ്രയിക്കുന്നത് നിൻ്റെ ഗ്രേസിലാണ്. അതാണ് സംഭവം. നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിന് പകരം എനിക്ക് മെരിറ്റില്ല, എനിക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് അറിയത്തില്ല, ഐ ആം നോട്ട് വെൽ പ്രിപ്പയർഡ്, ഐ ഹാവ് നോ മെരിറ്റ്, എനിക്ക് മെരിറ്റില്ല, എൻ്റെ മെരിറ്റ് എന്ന് പറയുന്നത് നീയാണ് എന്ന് പറഞ്ഞ് ഇവിടുന്ന് അവിടം വരെ ഉപ്പിട്ട് അവിടെ ചെന്നൈയിലും കൊണ്ടുപോയി ട്രെയിൻ ഇറങ്ങിയപ്പോൾ അവിടെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചെല്ലുകയാണ്. എന്താ പരിപാടി? കണ്ടു നിൽക്കുന്നവർക്ക് ഇത് എന്ത് അന്ധവിശ്വാസമാണെന്ന്. അതല്ല പ്രശ്നം, അതൊരു വിശ്വാസ പ്രയോഗമാണ്, വിശ്വാസ പ്രഖ്യാപനമല്ല, വിശ്വാസ പ്രയോഗം. വിശ്വാസം 3 തരത്തിലാണ്. നമുക്ക് വിശ്വാസം എക്സ്പ്രസ് ചെയ്യണ 3 തരത്തിലാണ്. ഒന്ന്, വെൻ അവർ പ്രേയേഴ്സ് അവർ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു പ്രേയേഴ്സ്.
സെറ്റ് ഇൻ ടു വേഴ്സ്. അതായത് നമ്മളുടെ ഫെയ്ത്ത് വി ക്യാൻ സെറ്റ് ഇൻ ടു വേഴ്സ്. വേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ശബ്ദങ്ങളും വാക്കുകളുമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ദൈവത്തിരുസന്നിധി സമർപ്പിക്കാം. ആ ഒരു പ്രക്രിയയ്ക്ക് നമ്മൾ പ്രയർ എന്നാണ് പറയണത്, പ്രാർത്ഥന എന്ന് പറയും. ദ ഫെയ്ത്ത് സെറ്റ് ഇൻ ടു വേഴ്സ്, അതിനാണ് പ്രാർത്ഥന എന്ന് പറയണത്. അത് എല്ലാവരും ചെയ്യണത് അതാണ്. പക്ഷേ ചില വിഷയങ്ങൾ, മേജർ സബ്ജക്റ്റ്, ഹെവി ഡ്യൂട്ടി സബ്ജക്റ്റ് പ്രയറിൽ നിൽക്കത്തില്ല. കാര്യം പ്രയറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മുഴുവനും ഫെയ്ത്ത്, ഹോപ്പ് ആൻഡ് ചാരിറ്റിയാണ്. അതായത് ദൈവിക പുണ്യങ്ങളാണ്. ദൈവിക പുണ്യങ്ങളെ ആകുന്ന വിശ്വാസത്തെയും അതുപോലെ തന്നെ പ്രത്യാശ, സ്നേഹത്തെയുമാണ് നമ്മൾ പ്രാർത്ഥനയെ വർക്കിംഗ് കണ്ടീഷൻ മെറിറ്റോറിയസ് ആക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് വൈസ് അതിലുള്ള ദൈവിക പുണ്യങ്ങളാണ്. ആ ദൈവിക പുണ്യങ്ങളിൽ പലതും ഡാമേജ് ആയിരിക്കും. കാര്യം നിൻ്റെ വിശ്വാസമല്ലേ. നിൻ്റെ വിശ്വാസത്തിൻ്റെ അകത്ത് ഡാമേജ് വരാൻ കാരണം നിൻ്റെ പഴയ ഫയലാണ്. പഴയ ഫയലിൽ പലപ്പോഴും വിശ്വാസം നീ പ്രകടിപ്പിച്ചിരിക്കുന്നത് ഡാമേജ് ഫെയ്ത്ത് ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒരു വിശ്വാസം ഫോളോ ചെയ്തിട്ട് അതിൽ നീ വിചാരിക്കണ ഗ്രോത്ത് ഇല്ലെന്ന് കണ്ട വിശ്വാസം ഫെയ്ഡാക്കി കളയുന്നേ. അത് ഫയലായിപ്പോയി. മനുഷ്യന്മാരോട് ഇടപെടുന്നതിനേക്കാൾ പാടാണ് ദൈവത്തോട് ഇടപെടുന്നത്. ഇപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ നിൻ്റെ പേര് അഖിലാണ്. ഫെയ്ത്ത് ഓഫ് അഖിൽ എന്ന് പറഞ്ഞ് കർത്താവ് അടിച്ചു നോക്കുമ്പോൾ മൊത്തം വരണത് ഡാമേജ് ആയിരിക്കും. എന്താണ്? 2022 ഫെയ്ത്ത് ഡാമേജ് ആയിട്ടുണ്ട്, 2018 ഫെയ്ത്ത് ഡാമേജ് ആയിട്ടുണ്ട്, മൊത്തം ഡാമേജൊക്കെ അറിയുന്നു. ഈ ഡാമേജ് ഫെയ്ത്തുമായിട്ടാണ് ഇപ്പോഴും നീ പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ പ്രത്യാശയ്ക്ക് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. ചില ദിവസങ്ങൾ നീ കുടുംബപ്രാർത്ഥനയും മുടക്കിക്കളഞ്ഞ്, ചില ദിവസങ്ങൾ നീ കുർബാനയും മുടക്കിക്കളഞ്ഞ്. എന്താ കാര്യം? അത് നക്കാപ്പിച്ച കാര്യം. ആരൊക്കെ ഫ്രണ്ട്സൊക്കെ വന്ന് എവിടെയെങ്കിലും സിനിമക്കൊക്കെ പോയി രാത്രി ഇരുന്ന് ചുമ്മാ സിനിമ കുത്തിയിരുന്ന് കണ്ടേച്ചും 4 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് കുർബാന മുടക്കി. ഇങ്ങനെ ഒരു പക്കാ പരിച്ചാഴിയായിരിക്കും നീ എന്നാ കാണിക്കാനാണ് ദൈവത്തിരുസന്നിധി വരണത്? നിൻ്റെ പേരടിക്കുമ്പോൾ തന്നെ റെഡ് അടിച്ചിങ്ങോട്ട് വരും മുഴുവനായിട്ട്. മാജിക് പോലെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം ബാക്ക്ഗ്രൗണ്ട് റിമൂവറിലൂടെ. ക്യാൻവ, ഹൃദയത്തിൽ നിന്ന് ഡിസൈനിലേക്ക്. മുഴുവൻ റെഡടിക്കും. അപ്പോഴങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കാണ് ഈ പ്രെയറിന് വന്നിരിക്കുന്ന കുഴപ്പങ്ങൾ. അതുകൊണ്ട് ലക്ഷ്മിയുടെ കുറച്ച് ഫേക്ക് പ്രേയേഴ്സ് ഉണ്ട്. പഴയത് അതായത് ഫേക്ക് പ്രേയേഴ്സ് എന്ന് നമ്മൾ പറയും. പ്രേയേഴ്സാണ്, ഫേക്കാണ്. കാര്യം അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത വിശ്വാസത്തിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ വിശ്വാസത്തിന് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്ത് വരുമ്പോൾ വിശ്വാസത്തിന് അതിനെ എല്ലാം ആ വിശ്വാസത്തെ നീതീകരിക്കുന്ന പ്രവൃത്തികളുണ്ടാകണം. ആ പ്രവൃത്തികൾ നമ്മൾ ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് കൂടി അത് ബോധ്യമാകണം. ഇപ്പം നമ്മൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ ആധാർ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ലോഡ്ജിൽ പോലും കയറി താമസിക്കാൻ പറ്റത്തില്ല. ഇന്ത്യക്കാരനാണെന്ന് പോലെ കാര്യമുണ്ട്. ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്, വിളിച്ച് ചോദിക്കാനൊക്കെ ആരെ വിളിച്ച് ചോദിക്കാം, പോയി പണി നോക്കാൻ പറയും. നാട്ടിലുള്ള ലോഡ്ജിൽ പോലും കയറാൻ പറ്റത്തില്ല ഈ ആധാർ കാർഡ് ഇല്ലെങ്കിൽ. അതെല്ലാം രേഖകൾ എപ്പോഴും രേഖകളാണ്. എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് കാണിക്കുമ്പോൾ നിൻ്റെ ഫെയിൽഡ് ആൻഡ് ഫേക്ക് ഫെയ്ത്താണ് അടിച്ചു വരുന്നത്. ഫെയിൽഡ് ആൻഡ് ഫേക്ക്, പരാജയപ്പെട്ട വിശ്വാസം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമായിട്ട് മുന്നോട്ട് പോയിട്ട് അതിൽ നിന്ന് വലിയ ഏണിങ്സ് ഇല്ലെങ്കിൽ നീ മാറ്റിപ്പിടിക്കും. ഒന്നും മാറ്റിപ്പിടിച്ചില്ലെങ്കിൽ തന്നെ നീ പ്രാർത്ഥന കുറക്കും. പ്രാർത്ഥന കുറച്ചില്ലേ തന്നെ നിനക്ക് റിട്ടേൺസ് ഇല്ലാത്ത ഒരു പരിപാടിക്ക് നീ ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ദൈവമായിട്ടുള്ളതുപോലെ
വ്യാപാര ബന്ധം മാത്രമായിരിക്കും, വ്യാപാര വിനിമയം മാത്രമായിരിക്കും. നീ കുറച്ച് സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് പറയുകയോ കൊന്തയില്ലെന്ന് അതനുസരിച്ച് നിനക്ക് ജോലിയോ വീടോ